മോനെ, അഞ്ചേട്ടനെ അറസ്റ്റ് ചെയ്തു. എപ്പോ? ഇന്ന് രാവിലെ. നാട്ടിൽ നിന്ന് ശങ്കരേട്ടൻ ഫോൺ ചെയ്തിരുന്നു. മോനെ പല സ്ഥലത്തും അന്വേഷിച്ചു. അച്ഛൻ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അറിയില്ല. രമ അറിഞ്ഞോ? പറഞ്ഞില്ല. വേണ്ട, അവളെ അറിയിക്കണ്ട. അവളറിഞ്ഞ ആകെ പ്രശ്നമാകും. എനിക്ക് ഉടനെ നാട്ടിൽ പോണം. അപ്പൊ രമയോ? കുറച്ചു ദിവസത്തേക്ക് അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാം. അച്ഛനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അറിഞ്ഞു കൂടെ കുഞ്ഞെ, ആരോട് ചോദിക്കാൻ? അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശങ്കരേട്ടൻ പറഞ്ഞാ ഞാൻ വിവരം അറിഞ്ഞത്. ശങ്കരേട്ടനോടെ? അകത്തുണ്ട്. ആർക്കും ഫോൺ ചെയ്യുക. അതെ, നിങ്ങൾ SP വരുമ്പോൾ പറഞ്ഞാൽ മതി. ശങ്കരേട്ടൻ പറഞ്ഞു തന്നെ പറയണം. ശങ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എളുപ്പം മനസ്സിലാകും, അതുകൊണ്ടാ. ആ ശരി, ഞാനിവിടെ തന്നെ ഉണ്ടാവും. വന്ന ഉടനെ വിളിക്കാൻ പറയണേ. ഞാൻ SP ഒന്ന് വിളിക്കായിരുന്നു, അയാൾ സ്ഥലത്തില്ല. ശങ്കരേട്ട, അച്ഛൻ എന്താ സംഭവിച്ചത്? എല്ലാം പറയാം. നീ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വരികയല്ലേ, പോയി കുളിച്ച ഈ ഡ്രസ്സൊക്കെ ഒന്ന്. എനിക്ക് ആദ്യം അച്ഛനെ കാണണം. അതിനല്ലേ SP ട്രൈ ചെയ്തത്. അച്ഛൻ എവിടെ ഉള്ളതെന്ന് ചോദിച്ചിട്ട് ആ പയ്യന്മാര് പറയുന്നില്ല. ആരെ അറസ്റ്റ് ചെയ്ത്? സെൻട്രൽ സ്റ്റേഷനിൽ CI വന്നത്. അതെ, ഞാൻ അറിയുന്നതാണ് CI. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ഇന്നലെ ആ DIG ഞാൻ പോലീസ് ക്ലബ് വെച്ച് കണ്ടതാ. എന്നിട്ട് അയാൾ ഒരു അച്ഛനെ ഇതിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ആനക്കള്ളം പറയല എന്റെ ശങ്കരേട്ട. DIG പോയിട്ട് കോൺസ്റ്റബിളിനെ പോലും കണ്ടിട്ടുണ്ടാവില്ല. താൻ എന്തറിഞ്ഞിട്ടേ വർത്താനം പറയുന്നത്? തനിക്കറിയാവോ DIG ആരാണെന്ന്? പൊന്നമ്പലത്തെ ശിവരാമന്റെ രണ്ടാമത്തെ മകള് പാർവതിയുടെ ഭർത്താവാ DIG. തനിക്കറിയാം? CI ഭരതൻ ഇല്ലേ? ഉണ്ട്. ആരാ ഇവിടെ? ഗുഡ് മോർണിംഗ്. താനാരാ? ഞാന് പിന്നെ ശങ്കരേട്ടൻ. താൻ എന്താ ചോദിച്ചത്? ഭരതനില്ലേന്നോ? താനാണോ എന്നെ മടിയിരുത്തി പേരിട്ടത്? അല്ല, അത് പിന്നെ ഞാൻ സാറ് പുറത്തിറങ്ങിക്കണോ? പുറത്തേക്കാം. SP വിളിച്ച് വരട്ടിക്കാണും. അതാവന് ഇത്ര ചൂടേ. ശങ്കരേട്ട, ഇത് പോലീസ് സ്റ്റേഷനാ. അവനെന്നൊക്കെ വെറുതെ പറയണ്ട. ഇനിയും കേൾക്കും. ഏയ്, വെറും പാവാണെന്ന്. ഞങ്ങള് ചെറുപ്പകാലത്ത് ഒന്നിച്ചു ചേർന്ന് കുറെ കലക്കിയിട്ടുള്ളതാ. ഓ മതി, വാ. മേ ഐ കം ഇൻ സർ? വരൂ, ഇരിക്കൂ. താങ്ക് യു. ഇവിടെയുണ്ടോ? DYSP വരും. ഇവിടുന്ന് വീഡിയോ വലിച്ച് അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. DYSP നമ്മുടെ ഭാവിയല്ലേ? ശങ്കരേട്ട, ഏയ്, എന്നോടൊന്നും പറയില്ലെന്ന്. ഈ ലോകത്തുള്ള സകലരെ ശങ്കരേട്ടൻ അറിയാം, സമ്മതിച്ചു. പക്ഷെ അതൊന്നും ഇപ്പൊ ഇവിടെ കാട്ടണ്ട. നമ്മളിപ്പോ അവരുടെ ദേവല, അത് മറക്കണ്ട. അർജുൻ, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. കാണാൻ പറ്റില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാ. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് കാണാൻ പറ്റില്ലെന്ന്? എനിക്ക് കോർട്ടിൽ പോകാൻ സമയമായി. നിങ്ങൾ പോണം. സർ, പ്ലീസ്. ഇങ്ങനെയല്ലല്ലോ മുതലാളിമാരുടെ പതിവ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മോളിൽ നിന്നാണല്ലോ ഉത്തരവ് വരിക. തനിക്കെന്താ മോളിലൊന്നും പിടുത്തമില്ലേ? നാട്ടുരാജാവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നിന്റെ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു. കള്ളക്കടത്തുകാരുടെ നക്കാപ്പിച്ച വാങ്ങുന്ന ഓഫീസർമാരുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കും. എനിക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നെഞ്ചു വിരിച്ചു നിന്നു. അത് നിന്റെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അയാളെന്നെ പമ്പരം പോലെ കറക്കി. അനന്തം വിചാരിച്ചു കാണും ഭൂമി കറങ്ങില്ല എന്ന്. പക്ഷേ ഇപ്പൊ ബോധ്യമായി കാണും കാലം മാറുമെന്ന്. എന്റെ അച്ഛനെ വെറുതെ വേണമെന്ന് വിചാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. തന്നോടല്ലേ ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത്? ഞാനും മലയാളത്തിൽ തന്നെ ചോദിക്കുന്നത്. നിങ്ങളാണ് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. കാണാൻ സാധ്യമല്ല. On what ground are you saying that? I have the right to see him. ഓഹോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സമ്മതിക്കുന്നാണോ നിന്റെ വിചാരം? എന്താ മിസ്റ്റർ ഭരതൻ, ഒരു ഒച്ചയും ബഹളമൊക്കെ? ഇയാളേതാ? എന്താ ഇയാളെ പ്രശ്നം? ഇന്നലെ അറസ്റ്റ് ചെയ്തില്ലേ അനന്തൻ? അയാളുടെ മകനാ. അയാളെ കാണണമെന്ന് ഇവന് നിർബന്ധം. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിന്
അനന്തനോട് ഇല്ലല്ലോ. കമിറ്റ് മീ. നിങ്ങളെങ്ങോട്ടാ? വെയിറ്റ് ഔട്ട് സൈഡ്. നല്ല കാര്യം ഉണ്ടായിരുന്നു. വെയിറ്റ് ഔട്ട് സൈഡ് എന്നല്ലേ പറഞ്ഞോളൂ. ഉം. അതിനെന്താ? ഇരിക്കൂ. നിങ്ങളുടെ അച്ഛനെ കോടതിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അവിടുന്ന് റിമാൻഡ് ചെയ്ത് നേരെ സബ് ജയിലിലയക്കും. ഇങ്ങോട്ട് കൊണ്ടിരില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ സാർ. കോടതിയിൽ വെച്ചൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. പിന്നെ സബ് ജയിലിൽ പോയാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ അനുവദിക്കൂ. നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ദേ ഹാവ് ദെയർ ഫോർമാലിറ്റീസ്. അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ എന്താ കാരണം? കാരണം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാക്കാനാണോ പ്രയാസം? അച്ഛന്റെ കഥ മകനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പഴയ കഥ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ട്രിക്ട്ലി അൺഒഫീഷ്യലാണ്. പൊളിറ്റിക്കൽ അറസ്റ്റാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഫേവർ പ്രതീക്ഷിക്കണ്ട. പൊളിറ്റിക്കൽ അറസ്റ്റ് ഉണ്ടായ കാരണം എന്താണെന്ന് അച്ഛനെ അറിയൂ. ഏതായാലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നടന്നില്ലെങ്കിൽ യു ടെൽ മീ. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സാർ. സാർ, കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വയ്ക്കോ? അങ്ങനെ വേണമെന്നൊക്കെ റൂളുണ്ട്. ചിലപ്പോ വേണ്ടെന്ന് വെക്കാം. നിൽക്ക്. ആ വിലങ്ങെടുക്ക്. വാടാ പരിച്ചായി. വേണ്ട മോനെ, ഈ സ്ഥിതി പോയി കാണണ്ട. വേണ്ട നടക്ക.